മലപ്പുറത്ത് സംഘടനയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് സഹോദരിമാർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചെന്ന പരാതി. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള കോരൂർ ത്വരീഖത്ത് നേതൃത്വത്തിനെതിരെ 2 സഹോദരിമാരും ഒരു സഹോദരിയുടെ ഭർത്താവുമാണ് പോലീസിൽ പരാതി നൽകിയത്. കിഴിശ്ശേരി സ്വദേശികളായ ഷിബില, ലുബ്നയുടെ ഭർത്താവ് റിയാസ് എന്നിവരാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. കൊടുവള്ളി പുത്തൻവിട്ടിൽ ആസ്ഥാനമായുള്ള കൊരൂർ ത്വരീഖത്തിന്റെ അനുയായികളായിരുന്നു ഇവർ. യോജിച്ചു പോകാനാകാതെ വന്നതോടെ സംഘടന വിട്ടു. പിന്നാലെ പീഡനം ആരംഭിച്ചു എന്നാണ് ആരോപണം. നക്ഷബന്ദിയ ത്വരീഖത്ത് എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ പേര്. ഇതിന്റെ ലീഡർ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് ആളുകൾ കാണുന്നത്. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ വാഴ്മൊഴി ഇതിൻ്റെ അലിഖിത നിയമമാണെന്നാണ് പറയുന്നത്. ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്ത് വന്നതാണ്. പുറത്ത് വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ലുബ്നയും സഹോദരി ഷിബിലയും സ്വന്തം അമ്മയെ കാണാൻ കിഴിശ്ശേരിയിലെ വീട്ടിൽ പോയി. ത്വരീഖത്തിന്റെ അനുയായികൾ സംഘടിച്ചെത്തി കയ്യേറ്റം ചെയ്തെന്നും പരാതിയുണ്ട്. ഈ രാജ്യത്ത് ഒരു നിയമമുണ്ട്. നിയമങ്ങൾക്ക് മാത്രമല്ല, ആലോചിച്ച് നോക്കി. എല്ലാവർക്കും അറിയാം. ഈ വീടിന് എനിക്കൂടെ എന്ത് അധികാരമാണ്? ഇവരെ പേരുള്ള ഭൂമിയല്ലേ? എന്ത് അധികാരമുണ്ടോ അവരുടെ വീട്ടുകാർ? മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ പാരൻസിന്റെ വീട്ടിലേക്ക് പോയി. പാരൻസ് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ നിൽക്കുന്നതിന് യാതൊരു പ്രയാസവും, പക്ഷേ പ്രസ്ഥാനം അനുവദിക്കുകയില്ല. അപ്പോൾ അനുമതി വാങ്ങാൻ പോയപ്പോൾ അവർ കൊടുത്തിട്ടില്ല. മാത്രമല്ല അവരെയും ഭ്രഷ്ട് കൽപ്പിക്കുന്നു പറഞ്ഞതുകൊണ്ട് അവരതിന് ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മുതിരുകയാണ് ചെയ്തത്. ഒരു 100ഓളം ആളുകൾ വന്ന് ഞങ്ങളെ ബലമായിട്ട് പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. 3 വർഷം മുമ്പാണ് ലുബ്നയും ഭർത്താവ് റിയാസും ത്വരീഖത്ത് വിട്ടത്. ഈയിടെ ലുബ്നയുടെ സഹോദരി ഷിബിലയും ത്വരീഖത്ത് ഉപേക്ഷിച്ചു. ഇതോടെ സാമൂഹികമായി ഒറ്റപ്പെടുത്തിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും ഇവർ പറയുന്നു. സംഭവത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബവിലക്ക് നേരിട്ടവർ. 24 മലപ്പുറം.